ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. രണ്ടുപേരും സ്കൂൾ വിട്ട് വന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പം മിന്നൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് മോരാണ്. ഞാൻ രണ്ടുപേർക്കും ഇന്ന് ചോറ് തന്നെയാണ് കൊടുത്തത്. വൈകിട്ട് ഇന്ന് സ്പെഷ്യലൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. മിന്നൂസ് നല്ല കുട്ടിയായിട്ട് ചോറൊക്കെ തിന്നാൻ ഇരുന്നിട്ടുണ്ടേ. ദിയൊക്കെ ചെറുതായിട്ട് തണുപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് അവൾ കുളിച്ച് വന്നപ്പോഴാണ് അവളെ തലയൊക്കെ നന്നായി തുടച്ച് കൊടുത്തിട്ട് മൂർത്തിയിലേക്ക് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത്. നല്ല ജലദോഷമുള്ള സമയത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല മാറ്റം ഉണ്ടാവലുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴാണ് കസ്റ്റാർഡ് പൗഡറും ആപ്പിളൊക്കെ ഇരിക്കുന്നത് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കസ്റ്റാർഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഫ്രിഡ്ജിൽ മിൽക്ക് മെയ്ഡ് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇങ്ങനെയാണ് എടുക്കുമ്പോൾ ഉണ്ടാകുക. ഞാനിങ്ങനെ വിചാരിക്കും ഇത് എടുക്കുന്ന സമയത്ത് ഇതിനെന്താ ഓട്ടയെങ്ങാൻ ഉണ്ടായ പാത്രത്തിന്, ഇത് എവിടെയാണ് പോയതെന്ന്. രണ്ടുപേരും കൊണ്ടുപോയി കഴിക്കുന്നതൊന്നും കാണലില്ല. പക്ഷേ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാകുക. ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഞാനല്ല എന്ന് പറയും, മറ്റേ ഞാനല്ല എന്ന് പറയും. അപ്പം പിന്നെ മിണ്ടാതിരിക്കലേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഞാനത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഇന്നലത്തെ ഒരു ഇത്തിരി ഐസ്ക്രീം അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് മിന്നൂസിന് ഒട്ടും സമാധാനമില്ല. അങ്ങനെ അതും കഴിച്ച് ഞാനും മിന്നൂസും കൂടെ പുറത്തിറങ്ങി. പുറത്ത് കുറേ ചപ്പൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ അടിച്ചു വരികയാണ്. അപ്പോഴാണ് നമുക്ക് കണ്ടത് നമ്മുടെ മുറ്റത്തുള്ള പ്ലാവ് ഒരു ഭാഗത്ത് അങ്ങനെ തന്നെ ഉണങ്ങിയിട്ട് കാണുന്നുണ്ടായി. അങ്ങനെ ഷെബിയും കൂടെ വന്നിട്ട് നോക്കിയെന്ന് ഇതെന്താ പറ്റിയത് എന്നുള്ളത്. ഈ പ്ലാവ് ആദ്യമായിട്ട് കായ്ച്ചത് നമ്മൾ വീട്ടിൽ കൂടെ കൊല്ലായിരുന്നു. പിന്നെ ഇത് അങ്ങനെ തന്നെ കഴിഞ്ഞ വർഷത്തെ മഴയത്ത് നടുക്കുന്നത് പൊട്ടിപ്പോയി വീണ്ടും അതിനുശേഷം വളർന്നതാണ്. ഞാൻ പുറത്തിറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ് മിന്നൂസ് എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ നട്ട തൈകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല പന്നീൻ്റെ ശല്യമുണ്ട് രാത്രിയിൽ. അതുകൊണ്ട് തന്നെ എല്ലാം ചവിട്ടി പൊട്ടിച്ചിട്ടാണുള്ളത്. ഞാൻ എന്ത് നട്ടാലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവില്ല. അതൊരു തൈ കുറച്ച് വലുതായി നമ്മൾ മാറ്റി നടാനാവുമ്പോഴത്തേക്കും ചവിട്ടി പൊട്ടിക്കും. പിന്നെ രാത്രിയിൽ പന്നി വരുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഈ വെള്ളയൊക്കെ വെച്ച് മറിച്ചിട്ടുള്ളത്. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ എല്ലാവരും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ വേഗം തന്നെ പുറത്തെ പണിയെല്ലാം തീർത്ത് അകത്തേക്ക് കയറി. നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പഴം പുഴുങ്ങാൻ വെക്കുകയാണ്. ചായക്ക് ഇതാണ് എല്ലാവർക്കും കടി. അപ്പം ദിയ വന്നിട്ട് ഇതാ പഞ്ചസാരയും നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാണ് പഴത്തിൽ. അപ്പോഴത്തേക്കും മിന്നൂസ് ഓടിയെത്തി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഇതാ ചായ കുടിക്കുകയാണ്. പിന്നെ കുറേ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ചായ കുടിച്ചു. ഷെബി വീട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മളെല്ലാവരും എപ്പോഴും ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ടാണ് എന്തെങ്കിലും കഴിക്കാറ്. അതിനുശേഷം ഞാനിതാ കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. അങ്ങനെ ഇതാ മക്കളെ പഠിക്കാനൊക്കെ ഇരുത്തി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.